ഹായ് മക്കളെ, വിങ്സ് അക്കാദമിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 8ാം ക്ലാസ് കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കെമിസ്ട്രി ഓഫ് ചേഞ്ചസ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ മക്കളെ, 8ാം ക്ലാസ് ആണ്, കുറച്ചധികം പഠിക്കാനുണ്ട് അല്ലെ. 7ാം ക്ലാസ്സിനേക്കാളും കുറച്ചധികം 8ാം ക്ലാസ്സിൽ വന്നപ്പോൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ എന്റെ കുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കാം. നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ ചാപ്റ്റർ നമ്മൾ ക്ലാസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞതാണ് അല്ലെ, പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ അതിൽ വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഓക്കെ മക്കളെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. ഓക്കെ, നോക്കേ, ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്ത് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടായിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. What changes occur in the arrangement of particles during the following situations? മക്കളെ, നമുക്ക് 3 എന്ത് തന്നിട്ടുണ്ട്? സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. ഈ 3 സിറ്റുവേഷൻസിലും നമ്മുടെ ആ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റിൽ എന്തൊക്കെ വ്യത്യാസമാണ് വരുന്നതെന്നാണ് അവർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ സിറ്റുവേഷൻസ് ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് ജസ്റ്റ് വായിച്ചു നോക്കാം ക്വസ്റ്റ്യൻ. സോളിഡ് ചേഞ്ചസ് ടു ലിക്വിഡ് ഉണ്ട്, ലിക്വിഡ് ചേഞ്ചസ് ടു ഗ്യാസ് ഉണ്ട്, ഗ്യാസ് ചേഞ്ചസ് ടു ലിക്വിഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ തന്നെ നമുക്ക് ഏകദേശം കാര്യം മനസ്സിലായി. ഇവിടെ 3 ഫിസിക്കൽ സ്റ്റേറ്റ്സിനെ കുറിച്ചിട്ടാ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഏതൊക്കെയാണ്? സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ ജസ്റ്റ് അവരുടെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് അറേഞ്ച്മെന്റ് നോക്കിയാലോ. നോക്കാം, ഞാനേ ടീച്ചറ് ഓക്കെ ജസ്റ്റ് 3 ആൾക്കാരെ വരയ്ക്കാൻ പോവാം കേട്ടോ. ഒരാള് നമ്മുടെ സോളിഡ്, രണ്ടാമത്തെ ആള് നമ്മുടെ ലിക്വിഡ്, മൂന്നാമത്തെ ആള് നമ്മുടെ ഗ്യാസ്. സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. നമുക്കറിയാം സോളിഡിന്റെയും ലിക്വിഡിന്റെയും ഗ്യാസിന്റെയും പാർട്ടിക്കിൾസ് എങ്ങനെയായിരിക്കാം. നോക്കി കുട്ടികളെ, ഒന്നാമത്തത് നമുക്ക് സോളിഡ് ആക്കാം, രണ്ടാമത്തത് ലിക്വിഡ്, മൂന്നാമത്തത് ഗ്യാസ്. ഓക്കെ, അപ്പൊ സോളിഡില് പാർട്ടിക്കിൾ ഇരിക്കുക വളരെ അടുത്തടുത്ത് അല്ലെ. സോളിഡിൽ എങ്ങനെയാ പാർട്ടിക്കിൾസ് ഇരിക്കുക? വളരെ അടുത്തടുത്താണ് സോളിഡിലെ പാർട്ടിക്കിൾസ് ഇരിക്കുന്നുണ്ടാവുക അല്ലെ. അവര് തമ്മിലുള്ള അട്രാക്ഷൻ എന്താ? വളരെയധികം കൂടുതലാ. അതുകൊണ്ട് തന്നെ അവിടുത്തെ പാർട്ടിക്കിൾസും എങ്ങനെ ഇരിക്കാം? അടക്കി 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 വെച്ചിരിക്കുന്ന പോലെയാണ് പാർട്ടിക്കിൾസ് ഇരിക്കുക അല്ലെ. അതേസമയം നമ്മൾ ആരിലേക്ക് വരാണ്? ലിക്വിഡിലേക്ക് വരാണ്. ലിക്വിഡിലേക്ക് വരുമ്പോൾ നോക്കി, പാർട്ടിക്കിൾസ് തമ്മിൽ കുറച്ച് എന്തുണ്ട് കുട്ടികളെ? അകലുണ്ട് അല്ലെ. പാർട്ടിക്കിൾസ് തമ്മിൽ എന്തുണ്ട്? ചെറിയ അളവിൽ എന്തുണ്ട്? അകലുണ്ട്. അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സോളിഡിനെ അപേക്ഷിച്ച് എന്താ? ഇച്ചിരി കുറവാണ് അല്ലെ. അപ്പൊ അവർ തമ്മിൽ കുറച്ചൊന്ന് അകന്നിരിപ്പുണ്ട്. ഇനി നമ്മുടെ ഗ്യാസിലേക്ക് വന്നാലോ? ഗ്യാസിലേക്ക് വരുമ്പോ ഒരു പാർട്ടിക്കിൾ ഇവിടെ ആണെങ്കിൽ അടുത്ത പാർട്ടിക്കിൾ ഇവിടെ, അടുത്ത പാർട്ടികൾ ഇവിടെ, അടുത്ത പാർട്ടികൾ ഇവിടെ, അങ്ങനെ വളരെയധികം എന്തായിട്ടിരിക്കുക? ഡിസ്റ്റൻസ് ഇട്ടിരിക്കുക അല്ലെ. അവർ തമ്മിൽ വളരെയധികം ഡിസ്റ്റൻസിലാ. ഓക്കെ, അപ്പൊ കുട്ടികളെ നമുക്ക് നോക്കാം. സോളിഡിലെ പാർട്ടിക്കിളിന്റെ അറേഞ്ച്മെന്റ് ഇങ്ങനെ, ലിക്വിഡിൽ വരുമ്പോ കുറച്ചും കൂടി അകലെ, ആൻഡ് ഗ്യാസിൽ വരുമ്പോ വളരെ അകലെ. ഇങ്ങനെയാണ് എന്ത്? പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് വരാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. What changes in the arrangement of particle occur during the following situation? നമുക്ക് ഒന്നാമത്തെ സിറ്റുവേഷൻ നോക്കിയാലോ. സോളിഡ് ചേഞ്ചസ് ടു ലിക്വിഡ്. സോളിഡ് എന്തായിട്ട് മാറുന്നു? ലിക്വിഡ് ആയിട്ട് മാറുന്നു. വേഗം പറയും. സോളിഡ് എവിടെയുണ്ട്? ലിക്വിഡ് എവിടെയുണ്ട്? ഈ സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുമ്പോൾ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടിയോ കുറഞ്ഞു? സിമ്പിൾ ആയിട്ട് നോക്കിയിട്ട് പറയാൻ പറ്റും അല്ലെ. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്തടാ? ഇവിടെ ലിക്വിഡില്, സോളിഡിൽ എന്താ? പാർട്ടിക്കിൾസ് അടുത്തടുത്താണെങ്കിൽ ലിക്വിഡിൽ വരുമ്പോ കുറച്ച് അകന്നകന്നിരിക്കണേ. അപ്പോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ സോളിഡ് ടു ലിക്വിഡ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സിമ്പിൾ അല്ലേ? എളുപ്പല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ആൻസർ പറയും. ലിക്വിഡ് ചേഞ്ചസ് ടു ഗ്യാസ്. എന്താ പറഞ്ഞിരിക്കണേ? നമ്മുടെ ലിക്വിഡ് ഉണ്ട് ഇവിടെ അല്ലെ. നമ്മുടെ ലിക്വിഡ് എന്തായിട്ട് മാറുന്നടാ? ഗ്യാസ് ആയിട്ട് മാറുന്നു. ലിക്വിഡ് എന്തായിട്ട് മാറുന്നു? ഗ്യാസ് ആയിട്ട് മാറുന്നു. അവിടെ ഡിസ്റ്റൻസ് എന്താകും? ഡിസ്റ്റൻസ് വീണ്ടും കൂടി അല്ലെ. ലിക്വിഡ് ഗ്യാസ് ആകുമ്പോൾ ഡിസ്റ്റൻസ് എന്തായി? വീണ്ടും കൂടി. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് വീണ്ടും എന്താ? ഇൻക്രീസസ്, കൂടുന്നു. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എന്നെ മനസ്സിൽ വിചാരിക്കണേ. നോക്കാം നമുക്ക്.
സി ക്വസ്റ്റ്യൻ ഇതാ ചോദിച്ചിരിക്കണേ, ഗ്യാസ് ചേഞ്ചസ് ടു ലിക്വിഡ്. ഗ്യാസ് എന്തായിട്ട് മാറുന്നടാ? ലിക്വിഡ് ആയിട്ട് മാറുന്നു. ഗ്യാസ് എന്തായിട്ട് മാറുന്നു? ലിക്വിഡ് ആയിട്ട് മാറുന്നു. ഇവിടെ നോക്കിക്കേ, ഗ്യാസ് എവിടെ? ഗ്യാസ് എവിടെ? ഇതാണ് ഗ്യാസ് അല്ലെ. ഈ ഗ്യാസ് എന്തായിട്ട് മാറുന്നു? ലിക്വിഡ് ആയിട്ട് മാറുമ്പോൾ ഗ്യാസിൽ ഒരാൾ എവിടെയാണെങ്കിൽ ഒരാൾ അവിടെ, ഒരാൾ ഇവിടെ അല്ലേ. അങ്ങനെ ഗ്യാസ് ലിക്വിഡിലേക്ക് വരുമ്പോ എന്താ? ഒരാൾ ഇവിടെ ആണെങ്കിൽ അടുത്ത ആൾ എവിടെ ഉണ്ട്? അതിന്റെ അടുത്ത ആൾ ഇവിടെ ഉണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ നോക്കിയിട്ട് പറയേ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ഇൻക്രീസ് ചെയ്യോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യോ? എന്താ സംഭവിക്കുന്നത്? ഇവിടെ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് എന്താ? ഗ്യാസിൽ നിന്ന് ലിക്വിഡിലേക്ക് വരുമ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ എന്ത് ചെയ്യോടാ? ഡിക്രീസ് ചെയ്യും, കുറയും. മനസ്സിലായോ? ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പോ സോളിഡിലും ലിക്വിഡിലും ഗ്യാസിലും അറേഞ്ച്മെന്റ് എങ്ങനെയാന്ന് ചോദിക്കുമ്പോ അവരുടെ ഡിസ്റ്റൻസ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ കറക്റ്റ് ആയിട്ട് ആൻസർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേജിൽ പാർട്ടിക്കിൾ ഇൻക്രീസ് ആ ചെയ്യണേ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലും ഇൻക്രീസ് ആ ചെയ്യണേ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഗ്യാസിൽ നിന്ന് ലിക്വിഡിലേക്കാ. ഓക്കെ, ഗ്യാസിൽ നിന്ന് ലിക്വിഡിലേക്കാ. സോ അവിടുത്തെ പാർട്ടിക്കിളിന്റെ ഡിസ്റ്റൻസ് എന്ത് ചെയ്യോടാ? ഡിക്രീസ് ചെയ്യും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? അങ്ങനെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാലോ. അപ്പൊ എന്റെ കുട്ടികളെ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാട്ടോ. ഓക്കെ, ശ്രദ്ധിച്ചേടാ. നമുക്ക് ഇവിടെ കുറച്ച് റിയാക്ഷൻസ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? കുറച്ച് റിയാക്ഷൻസ് വന്നിട്ടുണ്ട്. നമ്മളോട് പറയാണ്, ഈ റിയാക്ഷൻസില് ഏത് എനർജിയാണ്? ഒന്നില്ലെങ്കിൽ നമുക്കറിയാം, നമുക്ക് ഒരു 3 ടൈപ്പ് റിയാക്ഷൻ നമ്മൾ പഠിച്ചു. ഏതൊക്കെ റിയാക്ഷൻ ഒന്ന് പറഞ്ഞു നോക്കിയേ, ടീച്ചറിന്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഏതൊക്കെ ടൈപ്പ് റിയാക്ഷൻസ് ആണ് നമ്മൾ പഠിച്ചത്? ഒന്ന് ഏതായിരുന്നു? തെർമോ കെമിക്കൽ റിയാക്ഷൻ. 2 ഏതായിരുന്നു? ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. 3 ഏതായിരുന്നു? ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. അപ്പൊ നമുക്കറിയാം 3 റിയാക്ഷൻസ് നമ്മൾ പഠിച്ചു. തെർമോ കെമിക്കൽ ഉണ്ടായിരുന്നു, ഫോട്ടോ കെമിക്കൽ ഉണ്ടായിരുന്നു, ഇലക്ട്രോ കെമിക്കൽ ഉണ്ടായിരുന്നു. ഓക്കെ, അതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നേ, ഈ ഓരോ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ ഒരു എനർജി ഒന്നില്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യും അല്ലെങ്കിൽ അത് അബ്സോർബ് ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ അത് ഏത് എനർജിയാണ് ലിബറേറ്റ് ചെയ്യുകയും അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാലോ? നമുക്ക് നോക്കാം. ഒന്നാമത്തെ നോക്കാം കേട്ടോ. നോക്കിയേ, അമോണിയം ക്ലോറൈഡ് ആൻഡ് ബേരിയം ഹൈഡ്രോക്സൈഡ് റിയാക്ട്. ആരൊക്കെ തമ്മിലാ റിയാക്ട് ചെയ്യണേ? അമോണിയം ക്ലോറൈഡും ബേരിയം ഹൈഡ്രോക്സൈഡും കൂടി റിയാക്ട് ചെയ്യുമ്പോ അവിടെ എന്താ സംഭവിക്കണേന്ന് അറിയോ? നമ്മുടെ അമോണിയം ക്ലോറൈഡും ബേരിയം ക്ലോറൈഡും റിയാക്ട് ചെയ്യുമ്പോ അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, അവര് നമ്മുടെ അറ്റ്മോസ്ഫിയറിലോ അവരുടെ സറൗണ്ടിങ്ങിലുള്ള ഹീറ്റ് എനർജിനെ കംപ്ലീറ്റ് എന്ത് ചെയ്യോടാ? അബ്സോർബ് ചെയ്യും. അവരെന്ത് ചെയ്യും? കംപ്ലീറ്റ് അബ്സോർബ് ചെയ്യും. അങ്ങനെ ഹീറ്റ് എനർജിനെ അബ്സോർബ് ചെയ്താൽ ആ റിയാക്ഷനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? തെർമോ കെമിക്കൽ റിയാക്ഷൻ. എന്ത് പേരിട്ട് വിളിക്കും? തെർമോ കെമിക്കൽ റിയാക്ഷൻ. അപ്പൊ ഹീറ്റ് എനർജിനെ അബ്സോർബ് ചെയ്യുകയോ ലിബറേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? തെർമോ കെമിക്കൽ റിയാക്ഷൻ. ഇവിടെ ഹീറ്റ് എനർജിനെ അബ്സോർബ് ചെയ്യുക. സോ ഇത് ഏത് ടൈപ്പ് റിയാക്ഷൻ ആയിരിക്കും? സിംപ്ലി പറയാ, തെർമോ കെമിക്കൽ റിയാക്ഷൻ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. കോട്ടിംഗ് ആൻ അയൺ ബാങ്കിൾ വിത്ത് കോപ്പർ. എന്താ പറഞ്ഞിരിക്കണേ? അയൺ ബാങ്കിളുമേ കോപ്പർ നമുക്ക് എന്ത് ചെയ്യണോടാ? കോട്ട് ചെയ്യണം. ഓക്കെ, അയൺ ബാങ്കിളുമേ നമുക്ക് കോപ്പർ കോട്ട് ചെയ്യണം. എന്റെ കുട്ടികളൊന്ന് ശ്രദ്ധിച്ചൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു മെറ്റലുമേ മറ്റൊരു മെറ്റല് കോട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? ഒരു മെറ്റലുമേ മറ്റൊരു മെറ്റല് എങ്ങനെയാ കോട്ട് ചെയ്യുക? ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടെ കോട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിന് എന്ത് പേരിട്ട് വിളിക്കും? ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് വിളിക്കില്ലേ? ഓർമ്മയില്ലേ? ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് വിളിക്കില്ലേ? അപ്പോ നോക്കിയേ, കോട്ടിംഗ് ആൻ അയൺ ബാങ്കിൾ വിത്ത് കോപ്പർ, അവിടെ എന്താ യൂസ് ചെയ്യണേ? ഇലക്ട്രിസിറ്റിയാ യൂസ് ചെയ്യണേ അല്ലെ. അവിടെ എന്താ യൂസ് ചെയ്യണേ? ഇലക്ട്രിസിറ്റിയാ യൂസ് ചെയ്യണേ. സോ ഇലക്ട്രിസിറ്റി അവിടെ അബ്സോർബ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു മെറ്റലുമേ മറ്റൊരു മെറ്റൽ കോട്ട് ചെയ്യുന്നേ. സോ അവിടുത്തെ റിയാക്ഷൻ എന്തായിരിക്കും കുട്ടികളെ? ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആയിരിക്കും. എന്ത് റിയാക്ഷൻ ആയിരിക്കും? ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഇലക്ട്രിക്കൽ എനർജിനെ അബ്സോർബ് ചെയ്യുകയോ ലിബറേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. സോ ഇവിടെ കോട്ട് ചെയ്യുമ്പോ ഒരു മെറ്റലുമേ മറ്റൊരു മെറ്റൽ കോട്ട് ചെയ്യുമ്പോ നമ്മൾ ഇലക്ട്രിസിറ്റിനെ എന്ത് ചെയ്യുക? അബ്സോർബ് ചെയ്തിട്ട് ഇത് ചെയ്യണേ അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ റിയാക്ഷൻ എന്തായിരിക്കും? ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആയിരിക്കും. ക്ലിയർ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഗ്ലോയിങ് ഓഫ് ഫയർഫ്ലൈ.
അല്ലെ? ഫയർഫ്ലൈയുടെ ഗ്ലോയിങ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതല്ലേ? ഫയർഫ്ലൈനെ എല്ലാവരും കണ്ടിട്ടില്ലേ? അപ്പൊ ഈ ഫയർഫ്ലൈ രാത്രിയിൽ എന്ത് ചെയ്യും? കിടന്ന് തിളങ്ങും അല്ലെ? അപ്പൊ ഈ തിളക്കത്തിന് കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും ആ തിളക്കത്തിന് കാരണം? ആ തിളക്കം എന്നുള്ള വാക്കിൽ തന്നെ ഉണ്ടല്ലോ, ലൈറ്റിനെ അവർ എന്ത് ചെയ്യും? അബ്സോർബ് ആണോ ചെയ്യുന്നേ? അവര് ഗ്ലോ ചെയ്യുമ്പോൾ ലൈറ്റിനെ അബ്സോർബ് ചെയ്യാണോ ചെയ്യണേ? അവർ ലൈറ്റിനെ എന്ത് ചെയ്യുക? ലിബറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ? ലൈറ്റിനെ ലിബറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യണേ? ആ ഫയർഫ്ലൈയുടെ ഗ്ലോ നമുക്ക് കാണാൻ പറ്റണേ അല്ലേ? അപ്പൊ ലൈറ്റിനെ ലിബറേറ്റ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്ന റിയാക്ഷനെ നമ്മൾ ഒരു പേര് വിളിക്കും. എന്തായിരുന്നു ആ പേര്? ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. എന്തായിരുന്നു പേര്? ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. അപ്പൊ ഇവിടെ ലൈറ്റ് ഫയർഫ്ലൈ എന്ത് ചെയ്യാണ്? ലിബറേറ്റ് ചെയ്യാണ്. സോ ആ ടൈപ്പ് റിയാക്ഷനെ നമ്മൾ എന്ത് പേര് വിളിക്കോടാ? ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് വിളിക്കും. ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് വിളിക്കും. ഇത്ര ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തേക്ക് പോവാലോ. നോക്കാം, ഡീകമ്പോസിഷൻ ഓഫ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ്. എന്താ പറഞ്ഞിരിക്കണേ? പൊട്ടാഷ്യം പെർമാംഗനേറ്റിന്റെ ഡീകമ്പോസിഷൻ. എങ്ങനെയൊക്കെയല്ലേ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഡീകമ്പോസ് ചെയ്യണേ? നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? പൊട്ടാഷ്യം പെർമാംഗനേറ്റ് എടുത്തിട്ടെ പൊട്ടാഷ്യം പെർമാംഗനേറ്റിന് അങ്ങോട്ട് എന്ത് ചെയ്യും? ഒരു മിനിറ്റ്. പൊട്ടാഷ്യം പെർമാംഗനേറ്റ് നമ്മൾ എന്ത് ചെയ്യും? ചൂടാക്കും. പൊട്ടാഷ്യം പെർമാംഗനേറ്റ് നമ്മൾ എന്ത് ചെയ്യും? ചൂടാക്കും. അപ്പൊ പൊട്ടാഷ്യം പെർമാംഗനേറ്റിന്റെ കെമിക്കൽ ഫോർമുല എങ്ങനെ വരാ? KMnO4. പൊട്ടാഷ്യം പെർമാംഗനേറ്റ് എന്താണ്? KMnO4 ആണ് അല്ലെ? പൊട്ടാഷ്യം പെർമാംഗനേറ്റ്. അപ്പൊ ഈ പൊട്ടാഷ്യം പെർമാംഗനേറ്റിന് നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് എടുത്ത് അതിനെ ചൂടാക്കി കഴിയുമ്പോൾ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് അവിടെ ഡീകമ്പോസ് ചെയ്യും. എന്ത് ചെയ്യും? ഡീകമ്പോസ് ചെയ്യും. പൊട്ടാഷ്യം പെർമാംഗനേറ്റ് അവിടെ എന്ത് ചെയ്യും? ഡീകമ്പോസ് ചെയ്യും. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കണേ? ഡീകമ്പോസിഷൻ ഓഫ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ്. അങ്ങനെ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഡീകമ്പോസ് ചെയ്യണമെങ്കിൽ ഹീറ്റ് എനർജീനെ അവർ എന്ത് ചെയ്തിട്ടുണ്ടാവൂടാ? അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും? അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. ഹീറ്റ് എനർജീനെ അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും? അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ പൊട്ടാഷ്യം പെർമാംഗനേറ്റിന്റെ ഡീകമ്പോസിഷനിൽ അവിടെ ഏത് എനർജിയാ ഫോം വരണേ? അബ്സോർപ്ഷൻ ഓഫ് എന്ത്? ഹീറ്റ് എനർജി. ഓക്കെ അല്ലേ? കണ്ടോ? ഹീറ്റ് എനർജീനെ എന്ത് ചെയ്തിട്ടുണ്ട്? അബ്സോർബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ഹീറ്റ് എനർജീനെ അബ്സോർബ് ചെയ്താൽ ആ റിയാക്ഷനെ നമ്മൾ എന്ത് പേര് വിളിക്കോടാ? തെർമോ കെമിക്കൽ റിയാക്ഷൻ എന്ന് വിളിക്കും. തെർമോ കെമിക്കൽ റിയാക്ഷൻ എന്ന് വിളിക്കും. ഓക്കെ, തെർമോ കെമിക്കൽ റിയാക്ഷൻ. ലാസ്റ്റ് വൺ നമുക്ക് നോക്കാം. ലൈറ്റിംഗ് ആൻ LED യൂസിങ് ലെമൺസ് യൂസ് ചെയ്തിട്ട് നമ്മൾ LED കത്തിക്കും അല്ലെ? അവിടെ എന്താ സംഭവിക്കുക? നോക്കിയേ, ഇലക്ട്രിസിറ്റി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആ റിയാക്ഷൻ എന്താണ്? ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആണ്. അപ്പൊ ഇലക്ട്രിസിറ്റി ലിബറേറ്റ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്ന റിയാക്ഷനെ നമ്മൾ എന്ത് വിളിച്ചായിരുന്നേ? ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. അപ്പൊ ഈ 3 ടൈപ്പ് റിയാക്ഷൻ വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഈ 3 ടൈപ്പ് റിയാക്ഷനും നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കും. ഓക്കെ, അപ്പൊ ഈ 3 ടൈപ്പ് റിയാക്ഷനും വിത്ത് എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. നമുക്കൊരു റിയാക്ഷൻ തരും, എന്നിട്ട് നമ്മളോട് ചോദിക്കും ഇതിൽ ഏത് ടൈപ്പ് ഓഫ് എനർജിയാ യൂസ് ചെയ്തേ? അങ്ങനെയാണെങ്കിൽ ആ റിയാക്ഷനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? ഇങ്ങനെയാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ എന്റെ കുട്ടികൾക്കൊക്കെ കിട്ടില്ലേ? എഴുതാനായിട്ട് കിട്ടില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് ഈ ക്വസ്റ്റ്യൻ പഠിച്ചേക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മൾ ഏകദേശം നേരത്തെ നമ്മൾ പറഞ്ഞൊരു ക്വസ്റ്റ്യന്റെ ബാക്കിയായിട്ട് വരുന്നതാ. നോക്കിക്കോട്ടാ. ഹീറ്റ് സം ക്രിസ്റ്റൽസ് ഓഫ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ്. ഹീറ്റ് സം ക്രിസ്റ്റൽസ് ഓഫ് potassium permanganate in a dry test tube. Bring a burning incense stick near the mouth of the test tube. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു burning incense stick അല്ലെ? ഇൻസെൻസ് സ്റ്റിക്ക് എന്താ? ചന്ദനത്തിരി അല്ലെ? അത് നമുക്ക് എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? ടെസ്റ്റ് ട്യൂബിന്റെ മൗത്ത് ഭാഗത്ത്, വായു ഭാഗത്ത് കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞു. ഓക്കെ, വാട്ട് ഡു യു ഒബ്സർവ്? ആ ഇൻസെൻസ് സ്റ്റിക്ക് എന്ത് ചെയ്യോടാ? ഫ്ലെയറിംഗ് ദ ഇൻസെൻസ് സ്റ്റിക്ക്. ഇൻസെൻസ് സ്റ്റിക്ക് എന്ത് ചെയ്യാൻ തുടങ്ങും? ചെറുതായിട്ട് കത്താൻ തുടങ്ങും അല്ലെ? ഫ്ലെയർ ചെയ്യാൻ തുടങ്ങും അല്ലെ? ഇൻസെൻസ് സ്റ്റിക്ക് കത്താനായിട്ട് തുടങ്ങും. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുക വിച്ച് ഈസ് ദ ഗേഷ്യസ് പ്രൊഡക്റ്റ് ഫോംഡ്? ഇവിടെ ഏത് ഗേഷ്യസ് പ്രൊഡക്റ്റാ ഫോം ചെയ്തിരിക്കണം? എവിടെ നോക്കിയേ? നമ്മുടെ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ടീച്ചർ നേരത്തെ പറഞ്ഞില്ലേ? ഏതാ? KMnO4 ആണ് അല്ലെ? പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഏതാ? KMnO4 ആണ്. അപ്പൊ നമ്മുടെ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഡീകമ്പോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ആരാ ഫോം ചെയ്യാ? ഓക്സിജൻ അവിടെ റിലീസ് ചെയ്യും അല്ലെ? ഈ ഓക്സിജൻ ആണ് അവിടെ ഉണ്ടാകുന്ന ഗേഷ്യസ് പ്രൊഡക്റ്റ്. അവിടെ ഓക്സിജൻ ആയിരിക്കും എന്തുണ്ടാവുക? അവിടെ ഫോം ചെയ്യുന്ന ഗേഷ്യസ് പ്രൊഡക്റ്റ് ആരായിരിക്കും? ഓക്സിജൻ ആണ്. ഓക്കെ അല്ലെ? അങ്ങനെയാണെങ്കിൽ എന്റെ കുട്ടികളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞേ, നമ്മളിവിടെ ഹീറ്റ് ആണ് കൊടുത്തേ അല്ലെ? നമ്മളിവിടെ ഹീറ്റ് ആണ് കൊടുത്തേ. അങ്ങനെയാണെങ്കിൽ ആ റിയാക്ഷനെ
ആ ടൈപ്പ് ഓഫ് റിയാക്ഷനെ നമ്മൾ എന്ത് പേര് വിളിക്കും? ഹീറ്റ് ആണ് കൊടുത്തതെങ്കിൽ ആ ടൈപ്പ് ഓഫ് റിയാക്ഷനെ നമ്മൾ എന്ത് പേര് വിളിക്കും? തെർമോ കെമിക്കൽ റിയാക്ഷൻ എന്ന് വിളിക്കും. എന്ത് പേര് വിളിക്കും? തെർമോ കെമിക്കൽ റിയാക്ഷൻ. അപ്പൊ എന്റെ കുട്ടികൾ നോക്കിയേ, വിച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഈസ് ദിസ്? ഏത് ടൈപ്പ് റിയാക്ഷനാ? ഇവിടെ നമ്മൾ ഹീറ്റ് അല്ലേ കൊടുത്തേ, ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടല്ലേ ഇതൊക്കെ ഉണ്ടായേ. അങ്ങനെ ഹീറ്റിന് അബ്സോർബ് ചെയ്തുകൊണ്ട് ഇത് ഏത് ടൈപ്പ് റിയാക്ഷൻ ആണ്? തെർമോ കെമിക്കൽ റിയാക്ഷൻ ആണ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ പൊട്ടാഷ്യം പെർമാംഗനേറ്റിനെ ഡ്രൈ ടെസ്റ്റ് ട്യൂബിൽ എടുത്ത് ചൂടാക്കി ഇൻസെൻസ് സ്റ്റിക്ക് വെച്ചപ്പോ കണ്ട ഒബ്സർവേഷൻ എന്താണ്? അത് കത്താൻ തുടങ്ങി അല്ലെ. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടായ ഗ്യാഷ്യസ് പ്രോഡക്റ്റ് ഏതാണ്? പൊട്ടാഷ്യം പെർമാംഗനേറ്റിന്റെ ഡീകമ്പോസിഷൻ നടക്കുമ്പോ അവിടെ റിലീസ് ആകുന്ന ഗ്യാഷ്യസ് പ്രോഡക്റ്റ് ആണ് ഏത്? ഓക്സിജൻ. അങ്ങനെയാണെങ്കിൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ടല്ലേ ഇതൊക്കെ നടന്നേ. അതുകൊണ്ട് ആ ടൈപ്പ് ഓഫ് റിയാക്ഷനെ നമ്മൾ എന്ത് പേര് വിളിക്കും? തെർമോ കെമിക്കൽ റിയാക്ഷൻ എന്ന് വിളിക്കും. എന്ത് പേര് വിളിക്കും? തെർമോ കെമിക്കൽ റിയാക്ഷൻ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോവാം. ഓക്കേടാ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. A white cloth dipped in silver nitrate darkens when it is kept in the sunlight. നമ്മളെ ഒരു വൈറ്റ് ക്ലോത്ത് എടുത്തിട്ട് അത് നമ്മൾ സിൽവർ നൈട്രേറ്റിൽ മുക്കി. ഓക്കെ, വൈറ്റ് ക്ലോത്ത് എടുത്തിട്ട് നമ്മൾ സിൽവർ നൈട്രേറ്റിൽ മുക്കി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ആ സൺലൈറ്റിൽ അത് കീപ്പ് ചെയ്യാണ്. സൺലൈറ്റിന്റെ പ്രസൻസിൽ അത് കീപ്പ് ചെയ്യാണെന്ന് വിചാരിക്കും. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നറിയോ? എന്ത് സംഭവിക്കുന്നറിയോ? വൈറ്റ് ക്ലോത്തിൽ അത് എന്താവാൻ തുടങ്ങും? ഡാർക്കൺ ചെയ്യാൻ തുടങ്ങും. എന്ത് ചെയ്യാൻ തുടങ്ങും? ഡാർക്കൺ ചെയ്യാൻ തുടങ്ങും. നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ അപ്പൊ ഇതാണ്, വിച്ച് ഫോം ഓഫ് എനർജി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് കെമിക്കൽ ചേഞ്ച്? ഈ ഒരു കെമിക്കൽ ചേഞ്ച് ഇവിടെ നടക്കുന്നു അല്ലെ, ഡാർക്കൺ ചെയ്തില്ലേ? ആ കെമിക്കൽ ചേഞ്ച് നടക്കുമ്പോ അവിടെ ഏത് ഫോം ഓഫ് എനർജിയാ യൂസ് ചെയ്തെന്നാണ് നമ്മളോട് ചോദിച്ചത്. അവിടെ ഏത് ഫോം ഓഫ് എനർജിയാ യൂസ് ചെയ്തേ? ലൈറ്റ് എനർജി ഓഫ് യൂസ് ചെയ്തേ അല്ലെ. കാരണം സൺലൈറ്റിന്റെ പ്രസൻസിലാണ് വെച്ചിരിക്കണേ. സൺലൈറ്റിന്റെ പ്രസൻസിൽ ഏത് എനർജീനായിരിക്കും അവർ അബ്സോർബ് ചെയ്യുക? ലൈറ്റ് എനർജീനല്ലേ അബ്സോർബ് ചെയ്യുക. അപ്പൊ ലൈറ്റ് എനർജീനെയാണ് ഇവിടെ എന്ത് ചെയ്യുക? അബ്സോർബ് ചെയ്യുന്നേ. വിച്ച് ഫോം ഓഫ് എനർജി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് കെമിക്കൽ റിയാക്ഷൻ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച് എന്ന് ചോദിച്ചാൽ നമുക്ക് സിംപ്ലി പറയാം അതേത് ഫോം ഓഫ് എനർജിയാണ്? ലൈറ്റ് എനർജിയാണ്. ഓക്കെ, അങ്ങനെ തൊട്ടറിയിൽ ചോദിച്ചിരിക്കണോക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വെച്ചിരിക്കണേ. വാട്ട് ഈസ് എ ജനറൽ നെയിം ഓഫ് ദിസ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ? ഈ ടൈപ്പ് റിയാക്ഷന്റെ ജനറൽ നെയിം എന്താ അല്ലെ? ഈ ടൈപ്പ് റിയാക്ഷന്റെ ജനറൽ നെയിം എന്താ? അപ്പൊ നമ്മൾ പറയണം ആ ലൈറ്റ് എനർജീനെ അബ്സോർബ് ചെയ്യുകയോ ലിബറേറ്റ് ചെയ്യുകയോ ചെയ്താൽ ആ റിയാക്ഷൻ എന്തായിരിക്കും കുട്ടികളെ? ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ആയിരിക്കും. ആ റിയാക്ഷൻ എന്തായിരിക്കും? ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ആയിരിക്കും. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? നാലാമത്തെ ക്വസ്റ്റ്യനും പുഷ്പം പോലെ നമ്മൾ പഠിച്ചില്ലേ? സിമ്പിൾ അല്ലേ? എല്ലാവരും എഴുതണട്ട എക്സാമിന്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത സിമ്പിൾ ആയിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻ നോക്കാവേ. ദ കൺവേർഷൻ ഓഫ് സോളിഡ് കാംഫർ, അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ആണ് നിങ്ങൾ നോക്കണ്ടേ. ഓക്കെ, സോളിഡ് കാംഫർ ഡയറക്ട്ലി ഇൻടു ഗേഷ്യസ് സ്റ്റേറ്റ്. എന്താ പറഞ്ഞിരിക്കണേ? ഒരു സോളിഡ് കാംഫർ എന്തായിട്ട് മാറിയടാ? സോളിഡിന്ന് ഡയറക്ട്ലി ഒറ്റച്ചാട്ടം എവിടേക്ക്? ഗേഷ്യസിലേക്ക്. എവിടേക്കാ പോയത്? ഗേഷ്യസിലേക്ക്. ഓക്കെ, സോളിഡിൽ നിന്ന് ഒറ്റച്ചാട്ടം എവിടേക്ക്? ഗേഷ്യസിലേക്ക്. അങ്ങനെയാണെങ്കിൽ ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? നമ്മുടെ സോളിഡ് സബ്സ്റ്റൻസ് ലിക്വിഡ് ആവാണ്ട് നേരിട്ട് ഗ്യാസിലേക്ക് പോവാണെങ്കിൽ നമ്മൾ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സബ്ലിമേഷൻ. നമ്മൾ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സബ്ലിമേഷൻ. അപ്പൊ എന്റെ കുട്ടികൾ ശ്രദ്ധിച്ചേ, സോളിഡ് സബ്സ്റ്റൻസ് ആയിട്ടുള്ള ക്യാംഫർ ആൻഡ് നാഫ്തലീൻ, നമ്മൾ കർപ്പൂരം കണ്ടിട്ടില്ലേ? പാറ്റഗുളിക കണ്ടിട്ടില്ലേ? ഇവരൊക്കെ എന്ത് ചെയ്യൂടാ? ഹീറ്റ് ചെയ്യുമ്പോ ഡയറക്ട്ലി ചേഞ്ച് ഇൻ ടു ഗ്യാസ്. സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് നേരിട്ട് എവിടേക്ക് പോകും? ഗ്യാസ് ആയിട്ട് പോകും. അങ്ങനെയുള്ള പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ്ലിമേഷൻ. എന്താ നമ്മൾ വിളിക്കുക? അങ്ങനെയുള്ള പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ്ലിമേഷൻ. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്റെ കുട്ടികൾ എവിടെയെങ്കിലും സോളിഡിൽ നിന്ന് നേരിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ ലിക്വിഡ് അല്ല കേട്ടോ, ഗ്യാസിലേക്ക് ആവാണെന്ന് കണ്ട നേരെ അങ്ങനെ എഴുതിക്കൊള്ളണം. അതേത് പ്രോസസ്സ്? സബ്ലിമേഷൻ. ഇനി ചിലപ്പോ എക്സാമ്പിൾ ചോദിക്കും. എക്സാമ്പിൾ ചോദിച്ചാൽ നമ്മൾ എന്തൊക്കെ പറയാ? ക്യാംഫർ പറയാ, നാഫ്തലിൻ, അങ്ങനെ എക്സാമ്പിൾ പറയാം. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി കുട്ടികളെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കി. സോഡിയം റിയാക്ട് വിത്ത് വാട്ടർ. ഓക്കെ, സോഡിയത്തിന്റെ കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ ആ സോഡിയത്തിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ആ ഒരു സിമ്പൽ എന്താണെന്ന് അറിയോ? സോഡിയത്തിന്റെ സിമ്പൽ എന്താ?
സോഡിയം എല്ലാവരും എപ്പോഴും തെറ്റിക്കാറുണ്ട്. സോഡിയം എന്ന് കേൾക്കുമ്പോഴേ ചില ആൾക്കാർ എന്തെഴുതുന്നറിയോ? SO എന്നൊക്കെ എഴുതി വെക്കും. എഴുതാൻ പാടുണ്ടോ? സോഡിയം SO അല്ല. സോഡിയം എന്താ? Na. സോഡിയത്തിന്റെ സിമ്പിൾ എന്താണ്? Na. സോഡിയത്തിന്റെ സിമ്പിൾ Na. ഓക്കെ, അത് അതിന്റെ ലാറ്റിൻ നെയിം ആയിട്ടുള്ള നൈട്രേറ്റ് എന്ന് വന്നതാണ്. നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കൂട്ടാ. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നേ, സോഡിയം റിയാക്ട് വിത്ത് വാട്ടർ. നമ്മുടെ സോഡിയമേ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? വാട്ടറുമായിട്ട്, H2O ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പൊ അവിടെ നോക്കിയടാ, സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്യുന്നുണ്ടെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, സോഡിയം റിയാക്ട് ചെയ്യുന്നു ആരുമായിട്ട്? വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അങ്ങനെ സോഡിയം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഫോം ചെയ്യുമ്പോ അത് ഫിസിക്കൽ ചേഞ്ച് ആണോ അതോ കെമിക്കൽ ചേഞ്ച് ആണോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ? അത് ഫിസിക്കൽ ചേഞ്ച് ആണോ അതോ അത് കെമിക്കൽ ചേഞ്ച് ആണോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ എന്റെ കുട്ടികൾ ശ്രദ്ധിച്ചേടാ, ഫിസിക്കൽ ചേഞ്ച് ഉണ്ട്, കെമിക്കൽ ചേഞ്ച് ഉണ്ട് അല്ലെ? അപ്പൊ എന്താണ് ഫിസിക്കൽ ചേഞ്ച്, എന്താണ് കെമിക്കൽ ചേഞ്ച്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്താണ് ഫിസിക്കൽ ചേഞ്ച്? ഫിസിക്കൽ ചേഞ്ചില് ഒരു പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാവോ ഇല്ലയോ? ഉണ്ടാവോ ഇല്ലയോ? ഇല്ല അല്ലെ? ഒരു ഫിസിക്കൽ ചേഞ്ചില് പുതിയൊരു സബ്സ്റ്റൻസ് ഫോം ചെയ്യില്ല. പക്ഷേ അതിന്റെ മോളിക്കുലാർ അറേഞ്ച്മെന്റിൽ എന്തുണ്ടാകും? വ്യത്യാസം ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഒരു ഫിസിക്കൽ ചേഞ്ചില് പുതിയ മോളിക്യൂൾസ് ഒന്നും ഫോം ചെയ്യൂല, പക്ഷെ അതിന്റെ മോളിക്കുലാർ അറേഞ്ച്മെന്റിൽ വ്യത്യാസം ഉണ്ടാവും. ഇനി അതേ സമയം നമ്മുടെ കെമിക്കൽ ചേഞ്ചിന് എടുത്താലോ, അവിടെ ഒരു പുതിയ സബ്സ്റ്റൻസ് തന്നെ അങ്ങോട്ട് ഫോം ചെയ്യും. അവിടെ ഒരു പുതിയ സബ്സ്റ്റൻസ് തന്നെ അങ്ങോട്ട് ഫോം ചെയ്യും. ഓക്കെ അല്ലേ? ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോഴേ, നമ്മളെ ഐസ് എന്തായിട്ട് മാറുന്നു? വാട്ടർ ആയിട്ട് മാറും. ഐസ് എന്തായിട്ട് മാറുന്നു? വാട്ടർ ആയിട്ട് മാറും. അവിടെ ഒരു പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്തിട്ടില്ല, പക്ഷേ അവരുടെ മോളിക്കുലാർ അറേഞ്ച്മെന്റിൽ എന്തുണ്ടായി? വ്യത്യാസം ഉണ്ടായി അല്ലെ? ഐസ് എന്ന് പറയുമ്പോൾ സോളിഡ് ആയിട്ടിരുന്ന സാധനം എന്തായിട്ട് മാറി? ലിക്വിഡ് ആയിട്ട് മാറി. അല്ലെങ്കിൽ സിംപ്ലി ഇങ്ങനെ ആലോചിക്കാം, ഈ ഐസിനെ നമുക്ക് എളുപ്പം എന്താക്കാൻ പറ്റി? വാട്ടർ ആക്കാൻ പറ്റിയില്ലേ? ഈ വാട്ടറിനെ നമുക്ക് എളുപ്പം എന്താക്കാനും പറ്റും? ഐസ് ആക്കാനും പറ്റും. അപ്പൊ അങ്ങനെയുള്ള ചേഞ്ചുകളെയാണ് നമ്മൾ എന്ത് വിളിക്കാടാ? ഫിസിക്കൽ ചേഞ്ച് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? ഫിസിക്കൽ ചേഞ്ച് എന്ന് വിളിക്കാം. അപ്പൊ നമുക്കറിയാം, ഫിസിക്കൽ ചേഞ്ചില് എന്ത് ഫോം ചെയ്യൂല? പുതിയൊരു സബ്സ്റ്റൻസ് ഫോം ചെയ്യൂല. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ കെമിക്കൽ ചേഞ്ചിൽ എന്താ സംഭവിക്കുക? കെമിക്കൽ ചേഞ്ചില് പുതിയൊരു സബ്സ്റ്റൻസ് അവിടെ ഫോം ചെയ്യും. എക്സാമ്പിൾ ഒരെണ്ണം പറഞ്ഞു തരട്ടെ. ബേണിംഗ് ഓഫ് പേപ്പർ. പേപ്പർ എന്ത് ചെയ്തു? ബേൺ ചെയ്തു. പേപ്പർ ബേൺ ചെയ്യുമ്പോൾ നമ്മൾ പേപ്പറിനെടുത്ത് കത്തിച്ചു. പേപ്പറിനെ കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ചാരം കിട്ടും അല്ലെ? പുതിയൊരാളായിട്ട് അയാൾ മാറിയില്ലേ? ഈ ചാരത്തിനെ നമുക്ക് വീണ്ടും എടുത്ത് പേപ്പറാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ചേഞ്ചുകളെ പുതിയൊരാളായിട്ട് മാറി, ഇനി അതിനെ നമുക്ക് വീണ്ടും അപ്പുറത്തെ ആളാക്കി മാറ്റാൻ പറ്റൂല. അങ്ങനെയുള്ള ചേഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കെമിക്കൽ ചേഞ്ച്. അപ്പൊ എന്താണ് ഫിസിക്കൽ ചേഞ്ച് എന്നും എന്താണ് കെമിക്കൽ ചേഞ്ച് എന്നും ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി ക്വസ്റ്റ്യൻ പറ, സോഡിയം റിയാക്ട് വിത്ത് വാട്ടർ ടു ഫോം സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. ഇത് ഫിസിക്കൽ ചേഞ്ച് ആണോ കെമിക്കൽ ചേഞ്ച് ആണോ? ഇവിടെ ആരൊക്കെ ഫോം ചെയ്തു? സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ NaOH ഉണ്ടായി, അതുപോലെ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടായി, H2 ഗ്യാസ് ഉണ്ടായി. അപ്പൊ ഇവിടെ പുതിയൊരു സബ്സ്റ്റൻസ് ഫോം ചെയ്തില്ലേ? അതുകൊണ്ട് നമുക്ക് പറയാം ഇത് എന്ത് ചേഞ്ച് ആടാ? കെമിക്കൽ ചേഞ്ച്. ഇത് എന്ത് ചേഞ്ച് ആണ്? കെമിക്കൽ ചേഞ്ച് ആണ്. ഓക്കെ, when sodium react with water, a new substance ആരൊക്കെ ഉണ്ടായി? sodium hydroxide and hydrogen gas are formed. It is a കെമിക്കൽ ചേഞ്ച്. അങ്ങനെ രണ്ടുപേരും പുതുതായിട്ട് ഉണ്ടായതുകൊണ്ട് തന്നെ ഇത് എന്ത് ചേഞ്ച് ആണ്? കെമിക്കൽ ചേഞ്ച് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒട്ടും വൈകാണ്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാവേ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ശ്രദ്ധിച്ചിരുന്നു. നമുക്ക് 2 ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. നമുക്ക് ഓരോ ആക്ടിവിറ്റിയും ആദ്യം വായിക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കിയടാ. Take some ammonium chloride in a watch glass, add some barium hydroxide into it and stir well with a glass rod. Touch the bottom of the glass rod. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യമാണ് കേട്ടോ. അമോണിയം ക്ലോറൈഡ് എടുക്കുക, ബേരിയം ഹൈഡ്രോക്സൈഡ് എടുക്കുക. നമ്മൾ എന്ത് ചെയ്യാൻ? നന്നായിട്ട് മിക്സ് ഒക്കെ ചെയ്ത് ആ വാച്ച് ഗ്ലാസിന്റെ എന്ത് നോക്കണം? ആ അടിഭാഗം അല്ലെ, ബോട്ടം നമ്മളൊന്ന് ടച്ച് ചെയ്ത് നോക്കാൻ പറഞ്ഞേക്കാം.
ഓക്കെ, അപ്പൊ നോക്കിയേ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് ദ ഒബ്സർവേഷൻ ഓഫ് ആക്ടിവിറ്റി. എന്താണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും? നമ്മൾ ടച്ച് ചെയ്ത് നോക്കാനല്ലേ പറഞ്ഞേ, ആ ഒരു വാച്ച് ഗ്ലാസിന്റെ അടിഭാഗം ബോട്ടം അല്ലേ? നോക്കിയേ, ദ റിയാക്ഷൻ അബ്സോർബ് ഹീറ്റ് ഫ്രം ദ സറൗണ്ടിങ്സ്. അവരെന്ത് ചെയ്യുന്നറിയോ? ആ സറൗണ്ടിങ്സിൽ നിന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്യും. സോ ദ ബോട്ടം ഓഫ് ദ ഗ്ലാസ് ഫീൽ കോൾഡ് ടു ടച്ച്. അവരെന്ത് ചെയ്യും? അപ്പൊ നമ്മളെ സറൗണ്ടിങ്ങിന് നമ്മൾ എന്ത് ചെയ്യും? നമ്മളെല്ലാവരും റിയാക്ഷൻ എന്ത് ചെയ്യുന്നു? ഹീറ്റ് എനർജിനെ അബ്സോർബ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ വാച്ച് ഗ്ലാസിന്റെ ആ ബോട്ടം ഭാഗം എന്തായിരിക്കും? കോൾഡ് ആയിരിക്കും അല്ലെ? തണവായിരിക്കും അനുഭവപ്പെടുക. അങ്ങനെ അബ്സോർബ് ചെയ്യല് ചെയ്ത് ഹീറ്റ് എനർജിനെ അവർ എന്ത് ചെയ്യാണ്? അബ്സോർബ് ചെയ്യാണ് ചെയ്ത്. അതുകൊണ്ട് തന്നെ അത് ഏത് ടൈപ്പ് റിയാക്ഷൻ ആയിരിക്കും? എൻഡോതെർമിക് റിയാക്ഷൻ ആയിരിക്കും. അതെന്തായിരിക്കും? എൻഡോതെർമിക് റിയാക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് തോന്നും നമുക്ക്? ആ ബോട്ടം നമ്മൾ തൊട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഫീൽ ചെയ്യും? നല്ല ചൂട് അനുഭവപ്പെടും അല്ലെ? അപ്പൊ അതെന്ത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആയിരിക്കും? ഹീറ്റ് എനർജിനെ ലിബറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? എക്സോതെർമിക് എന്ന് വിളിക്കും. ഇവിടെ ഹീറ്റ് എനർജിനെ അബ്സോർബ് ചെയ്യാണ് ചെയ്ത്. അതുകൊണ്ട് ഈ റിയാക്ഷൻ എന്ത് പേരിൽ അറിയപ്പെട്ടതാ? എൻഡോതെർമിക് റിയാക്ഷൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റിയാക്ഷൻ ബിറ്റ്വീൻ മഗ്നീഷ്യം ആൻഡ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. മഗ്നീഷ്യവും ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ എന്ത് ചെയ്യുന്നു? റിയാക്ട് ചെയ്യുന്നു. എന്താണ്? വിച്ച് ഫോം ഓഫ് എനർജി how can the gas produced in reaction 2 can be identified? അപ്പൊ നമ്മൾ ആരൊക്കെയാ പറഞ്ഞേ? മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി റിയാക്ട് ചെയ്യുമ്പോ ഏത് ഗ്യാസ് ഫോം ചെയ്യുന്ന ചോദിച്ചിരിക്കണേ. നോക്കി കുട്ടികളെ, ഏത് ഗ്യാസാ ഫോം ചെയ്യാ? നോക്കിയേ, a burning matchstick is brought near the mouth of the test tube. അപ്പൊ നമ്മൾ എന്തെടുത്തു എന്നാ പറഞ്ഞേ? നോക്കിയേ, ആദ്യം നമ്മൾ എന്തെടുത്തു? മഗ്നീഷ്യം എടുത്തു. മഗ്നീഷ്യത്തിന്റെ പീസ് എടുത്തിട്ട് അതിലേക്ക് എന്തൊഴിച്ചു? ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചു. എന്നിട്ട് നോക്കാം, മൗത്ത് ഓഫ് ദി ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ഒരു മാച്ച് സ്റ്റിക്ക് വെച്ച് കഴിഞ്ഞാല് എന്ത് സംഭവിക്കുന്നറിയോ? ദ ഗ്യാസ് ബേൺ വിത്ത് എ പോപ്പ് സൗണ്ട്. നമ്മുടെ സിമ്പിൾ വന്നു. എന്ത് വന്നു? ഒരു പോപ്പ് സൗണ്ടോട് കൂടി ആ മാച്ച് സ്റ്റിക്ക് കത്താൻ തുടങ്ങി. കുട്ടികളെ, നമ്മൾ കുറെ വട്ടം പറഞ്ഞതല്ലേ, പോപ്പ് സൗണ്ടിൽ കൂടെ കത്തിക്കഴിഞ്ഞാൽ അത് ഏത് ഗ്യാസ് ആയിരിക്കോടാ? ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും. ഉറപ്പിക്കാം, അത് ഏത് ഗ്യാസ് ആയിരിക്കും? ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും. അപ്പൊ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ബേണിംഗ് മാച്ച് സ്റ്റിക്ക്, നമ്മൾ ആ മഗ്നീഷ്യം അതിൻ്റെ ഉള്ളിൽ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചിട്ട് ഒരു ബേണിംഗ് മാച്ച് സ്റ്റിക്ക് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് പോപ്പ് സൗണ്ടിൽ കത്തുന്ന പറഞ്ഞിരിക്കണേ. അങ്ങനെ പോപ്പ് സൗണ്ടിൽ കത്തിയാൽ അത് ഏത് ഗ്യാസ് ആയിരിക്കും? ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും. അത് ഏത് ഗ്യാസ് ആയിരിക്കും? ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലെ നമ്മളോട്. അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ. ഓക്കെ അല്ലെ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത്. നമ്മുടെ ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ടൊരു ചാപ്റ്റർ ആണ് അല്ലെ, കെമിസ്ട്രി ഓഫ് ചേഞ്ചസ്. അപ്പൊ എന്റെ കുട്ടികൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ കണ്ട് നോട്ട് എഴുതി കൃത്യമായിട്ട് നോട്ടിൽ സൂക്ഷിക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻസ് ഇന്ന് തന്നെ നോട്ട് എഴുതിയിട്ട് പഠിക്കുകയും വേണം. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ലപോലെ പഠിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.